ഹലോ ഗായ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ചിക്കൻ മധുഹൂത്ത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ എടുത്തിട്ട് ഒരു പരീക്ഷണമാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബിരിയാണി വയ്ക്കുന്ന റൈസ്, ബസുമതി റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ, മസാല പാക്കറ്റ്, ഡ്രൈ ലെമൺ, ഓയില്, ചില്ലി ഫ്ലെക്സ്, മാഗി ക്യൂബ്, ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന മല്ലി, കുരുമുളക്, കുരുമുളക് പൊടിയല്ല, കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങൾ ആണ് വേണ്ടത്. അപ്പൊ വീഡിയോയിലെല്ലാം ഓരോ സാധനങ്ങൾ ഇടുന്ന വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയും പെർഫെക്ഷൻ ഒന്നും കാണത്തില്ല. അപ്പം അതിൽ പറയാൻ വിട്ട ഒരു കാര്യം, നിങ്ങൾ പാചകം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അരി കുതിർക്കാൻ വെക്കണം. അപ്പം അത് ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പൊ അരി കുതിർത്ത് വെച്ചിട്ട് വേണം നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, നമ്മൾ വീഡിയോ കാണാം. അപ്പൊ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ചിക്കന് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണോ ഉണ്ടാക്കേണ്ടത് ആ അളവിനനുസരിച്ചിട്ട് ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചേക്കും. അതിൽ നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് മല്ലി, ഏലക്ക, പട്ട, ഇല, നമ്മൾ മറ്റേ പാക്കറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, കുറച്ച് കുരുമുളകും പെരുംജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് അതിനകത്തിട്ട് ഒരു പാനിലിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് അതിനെ ഇട്ട് ഇളക്കി നല്ല ചൂടോടുകൂടി, അതായത് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവത്തക്ക രീതിയിൽ അത് വറുത്തെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ പൊടിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു തരി പോലെ ഒരു മസാലക്കൂട്ട് പോലെ നമുക്കിത് തയ്യാറായി കിട്ടും. അപ്പൊ ഈ പൊടിച്ചെടുത്ത മസാലക്കൂട്ടിന്റെ പകുതി നമുക്ക് ഈ ചിക്കനിലോട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി പകുതി നമുക്ക് ഇതിന് ശേഷം ഉപയോഗിക്കാനുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടി ഇടുന്നുണ്ട്. ഉപ്പിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, മറന്നു പോകരുത്. ഉപ്പും കൂടി ഇട്ട് വേണം നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കാൻ. മിക്സ് ചെയ്യുമ്പം നല്ല രീതിക്ക് എല്ലാ ചിക്കൻ്റെ കഷ്ണത്തിലോട്ടും ഈ മസാല പിടിച്ചെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിക്ക് നമ്മളതിനെ നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഈ സാധനം നമുക്ക് ഒരു സൈഡിലോട്ട് ഒതുക്കി കുറച്ചേരം ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ മസാലക്കൂട്ട് തയ്യാറാക്കാൻ എടുത്ത അതേ സാധനങ്ങളുടെ കൂടെ ഒരു ഉണക്കനാരങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് സവാള അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് കുക്കറിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് കുക്കർ നമ്മൾ അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിലോട്ട് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം വഴറ്റുമ്പോൾ നമ്മൾ ഇതിനകത്ത് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ സാധനത്തിന് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അതിലായിട്ട് ഈ മസാലക്കൂട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം മാത്രം സവാള ഇടുക. സവാള നല്ല രീതിക്ക് വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാഗി ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട്. മാഗി ക്യൂബ് ഒരു 3 ക്യൂബ് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ആവുന്ന സമയം കൊണ്ട്, നമുക്ക് ഇളക്കുന്ന സമയം കൊണ്ട് ഒരാളും കൂടെ സഹായിക്കുന്നുണ്ടെങ്കിൽ ഒരു തക്കാളി പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. ഒന്നുമില്ല, തക്കാളി മിക്സിയിലിട്ട് അടിച്ച് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്താൽ മതി. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. നമ്മളിപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല, തക്കാളി മാത്രം പേസ്റ്റ് ഇട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അത് നല്ല രീതിക്ക് ഇപ്പം വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മാറ്റി വെച്ച മസാല ഒന്നുകൂടി ബാക്കി ഉള്ളതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല രീതിക്ക് ആ പച്ചമണമൊക്കെ മാറുന്ന രീതിക്ക് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ഇപ്പം മാറ്റി വെച്ച ചിക്കൻ ഈ ഇപ്പം നമ്മൾ തയ്യാറാക്കിയ കുക്കറിൽ സെറ്റ് ചെയ്ത് വെച്ച ആ ഇതിനോട്ട് ചിക്കൻ തട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ആവുന്ന രീതിയിൽ നല്ല രീതിക്ക് ഇളക്കണം. ഇളക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മൾ എത്രത്തോളം ഇതിനിട്ട് ഇളക്കി മസാല ഇതിലെല്ലാത്തിനും പറ്റുന്ന രീതിയിലാവുന്ന അത്രത്തോളം ചിക്കൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പം പൊടിച്ച മസാല ഈ നമ്മൾ ഈ വഴറ്റിയെടുത്ത തക്കാളി, സവാള എല്ലാം കൂടെ ഇട്ടിപ്പോൾ കുക്കറിനകത്തിട്ട് നല്ല രീതിക്ക് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ശകലം കുറച്ച് വെള്ളം, അതായത് ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഊറി വരും, എന്നാലും ചിക്കൻ ഒന്ന് വേവാൻ തക്കോണം കുറച്ച് വെള്ളം അതിനകത്തോട്ട് ഒഴിക്കുക. ഏകദേശം ചിക്കൻ ഒന്ന് ഫുള്ള് മുങ്ങാൻ തക്കവണ്ണം ഒരു വെള്ളം ഒഴിച്ച്, അതായത് ഒന്ന് വേവണം, അതാണ് നമ്മുടെ ഉദ്ദേശം. വേവാൻ തക്കവണ്ണം വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഒരു വിസിൽ കേട്ടോ. വീഡിയോയിൽ ശരിക്കും ഒരു വിസിലാണ് കാണിക്കുന്നത് നമുക്ക്, പക്ഷെ ഒരു വിസിലിൽ നല്ല രീതിക്ക് വെന്തില്ല. ഒരു വിസിൽ കേട്ട് അടുത്ത വിസിലാവുന്നതിന് മുമ്പ്
നമുക്കിത് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്തിട്ട് മൊത്തത്തിലുള്ള അതിനകത്തുള്ള എയർ ഫുള്ള് പോകുന്നത് വരെ കുക്കർ തുറക്കാതെ വച്ചേക്കണം. അപ്പോൾ വിസിലൊന്നും കേൾക്കുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ വിസിൽ കേട്ട് കഴിഞ്ഞ് തുറന്നെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിൽ നിന്ന് നമുക്കിനി ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ചിക്കൻ പീസുകൾ ചിക്കൻ്റെ പീസ് മാത്രം നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുമ്പോൾ ഇത് ചിക്കൻ പൊടിഞ്ഞു പോകാൻ നോക്കണം. മാറ്റിയെടുക്കണം എന്തിനെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുക. അപ്പം ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം കുതിർത്ത് വെച്ച അരി, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരി കുതിർത്ത് വെക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുതിർത്താൽ മതി. കുതിർത്ത് വെച്ച അരി കുക്കറിൻ്റെ, അതായത് ചിക്കൻ മാറ്റി ബാക്കിയുള്ള വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. അപ്പം അരി ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കണമെന്ന് സംശയം തോന്നും. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞ് നിങ്ങളത് നോക്കുമ്പോഴത്തേക്ക് അരി മുങ്ങിയല്ല കിടക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ ചോറ് വെന്ത് കുഴഞ്ഞു പോകും. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരി ഒന്ന് നിമന്ന് കിടക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് കുക്കർ അടുപ്പിൽ വെച്ച് തീ കത്തിച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത്, ചിക്കൻ്റെ ക്രിപ്സ് അതെങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഇതിനകത്ത് ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അത് തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ഇത്ര ചിക്കനെ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരുപാട് ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് 2-3 തവണയായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അരി ഏകദേശം വെന്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുക്കർ തുറന്ന് നോക്കുക, അരിയുടെ വേവ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് നോക്കുക. നമ്മളിത് ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്നും കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഒരു ചെറിയ രീതിക്കൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. വിസിൽ കേൾക്കാനും നിൽക്കുന്നില്ല, കുറച്ചൊന്ന് ചൂടാകുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധനം തുറന്ന് പ്ലേറ്റിലോട്ടൊക്കെ ആക്കി ഞാനും അച്ഛനും വൈഫും കൂടെ കഴിച്ചങ്ങ് തീർത്ത് പാത്രവും കാലിയാക്കി. അത്യാവശ്യം കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു സാധനം. എനിക്കൊന്ന് കുരുമുളകൊക്കെ ഒരുപാട് ഇട്ടതുകൊണ്ട് നല്ല സ്പൈസി ആയിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, ബൈ.